പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പുതിയൊരു പണി കിട്ടിയിരിക്കണേ. നമ്മളെ ഭാരത് ബെൻസ് എടുത്തിട്ട് കല്ല് കൊണ്ടുപോകാനാണ് പണി. ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി അടിക്കുക. അപ്പം നമുക്ക് വേഗം ഈ പണി വേഗം ചെയ്യാം. കല്ല് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കല്ല് കയറ്റിയിട്ടുണ്ട് വണ്ടിയിലേക്ക്. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തിക്കാൻ പറഞ്ഞ്. എന്തോ ബിൽഡിംഗ് കെട്ടാനുള്ള റോക്സ് ആണിത്. ഇത് പുതിയ വണ്ടിയാണ് ഭാരത് ബെൻസിൻ്റെ. ഇന്നലെ ഇറക്കിയതേ ഉള്ളൂ. ഇനി വരുന്ന വീഡിയോയിൽ ഇവനും കാണും നമ്മളപ്പുറം. അപ്പോൾ ഗൈസ് നമുക്ക് ടെർമിനലിൻ്റെ അവിടെ നിന്ന് കുറേ പോവാണ്ട്. കുറേന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ മേലെ നമുക്ക് പെലാബുഹാന് കർണാടകയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്നെല്ലാം വൺ ഡ്രിഫ്റ്റാണ്. മഴ പെയ്യുന്നുണ്ട്. ഉള്ളിലെല്ലാം ഫുൾ AC യിലിട്ട് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര സ്പീഡിലാണ് പോണത്. വണ്ടി ഏതെങ്കിലും മൂലക്കടിച്ച ഓണറിൻ്റെ ഒന്ന് 2 തെറിയും കിട്ടി വീട്ടിൽ പോവാം. ചായ ഇല്ല ഗൈസ്. ഇതെല്ലാം ബാബുരാജിൻ്റെ പണിയാണ്. ഈ പാവനെല്ലാം തൂക്കിട്ടെ. അപ്പം ഞാൻ ബാബുരാജായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എക്സ്പേർട്ട് ഡ്രൈവറെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ വണ്ടിക്ക് 78 ലക്ഷമാണ് ആയത്. ഭയങ്കര സസ്പെൻഷൻ കുറച്ച് ഓവറാണ്. ഇനി അതുകൊണ്ട് ഇങ്ങനെ ആടുന്ന കുറച്ച് ഓവറാണ്. പിന്നെ ബാക്കിൽ കല്ല് ആയതുകൊണ്ട് അധികം സ്പീഡ് നമ്മൾ എടുക്കുന്നില്ല. 150 പോകുന്നില്ല. ഇവിടെ ഫുള്ള് വില്ലേജാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു പാലം കഴിഞ്ഞ് എത്തിയതേലു. അടുത്ത മഴ തുടങ്ങി. അപ്പോൾ ഗൈസ് അർജുൻ വണ്ടി എടുത്ത സ്ഥലത്തു നിന്നാണ് നമ്മളും വണ്ടി എടുത്തത്. അപ്പോൾ ഗൈസ് നമ്മൾ ചായ അടിക്കാൻ വേറെ സ്ഥലത്തെത്തി. വണ്ടിയിൽ സാധനമൊന്നുമില്ല. ഉള്ളി പൊടിക്കാൻ കീറ് ഗൈസ്. ഉള്ളി മേടിച്ചുകൂടെ. ഉള്ളിക്ക് 1.5 കിലോ 1000 ഉറുപ്പ്യാണ്. അതുകൊണ്ട് നമ്മൾ എജുമാർട്ടിന്ന് 2 പെന്ന് മേടിച്ചിന്. നമ്മളെ ബാബുരാജിന് എന്തോ ഇതുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബാബുരാജ് ഭയങ്കര ചളിയനാണ് കേട്ടോ. അതുകൊണ്ട് ചളിയെല്ലാം ധരിക്കും, സൂക്ഷിക്കണേ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് കഴിഞ്ഞു. അതൊന്ന് പുതുക്കണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ നമുക്ക് ബാബുരാജ് ഉള്ളുന്നുണ്ടോ ഇത് നിർത്തിയത് അതിനാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് ഇന്ന് കിട്ടുമെന്ന്. ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാം. ഗൈസ് അവർ പറഞ്ഞ 2 മിനിറ്റ് വണ്ടിയിലിരിക്കുക. ഇപ്പോൾ ആക്കിത്തരാമെന്ന് പറഞ്ഞ് ആക്കിത്തരുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞിന്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ടെല്ലാം വരാം ഗൈസ്. ഇതേതോ സ്ഥലമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒച്ചപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ ഉള്ളിൽ. വിശന്നിട്ട് കഴിയുന്നില്ല. ബാബുരാജ് കുറച്ച് ഓവറാക്കി ചവിട്ടുന്നുണ്ട്.
അത് നിങ്ങളെ മുമ്പിൽ ഓണ് ഷോ ആണ് ഗൈസ്. ഗൈസ് വണ്ടി റിപ്പയറിനായിട്ടാണ്. റിപ്പയർ ലൈറ്റ് മിന്നിക്കൊണ്ട് തുടങ്ങലായി. അങ്ങനത്തെ ഇടിയാണ് കൊണ്ടുപോയി ഇടിച്ചത്. ബാബുരാജിന്റെ സാമ്പാർ മറിഞ്ഞു വറുത്ത് എൻ്റെ തല്ലാൻ വന്നിനി. സാമ്പാർ ലേശയില്ല. അത് നമ്മൾ സൽമാൻ ജാനിൻ്റെ ഇവിടെ എത്തി. നമുക്ക് ഈ സൈഡാക്കാം. പിന്നെ മഴ തുടങ്ങി. നമുക്ക് സൈഡാക്കിയിട്ട് ബാബുരാജിൻ്റെ സാമ്പാർ കഴിക്കാം. സാമ്പാറും ചോറും തിന്നാം. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, ജാർഖണ്ഡിലേക്ക്. നല്ല സീൻ സ്ഥലം. അപ്പോൾ ഗൈസ് ഓരോന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എന്തോ ടോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ എത്ര പൈസ കൊടുക്കണം എന്നറിയില്ല. ₹5 എടുക്കണം ഗൈസ്. ടോൾ ഫീ ₹5 കൊടുത്തിട്ടുണ്ട് നമ്മൾ. നല്ല കാട്ടിലെ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മൾ പോകേണ്ട റൂട്ട്. നമുക്ക് ഗൈസ് നമ്മളെ സ്ഥലം എത്താനായി. അപ്പം നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ഫാമിലേക്കാണ്. ഇവിടെ അല്ല. അപ്പം ഗൈസ് ഞാൻ ബാബുരാജ് ആ വഴിയൊന്ന് നോക്കിയേ. ഏതോ ഒരു വഴി പറയുന്നുണ്ടായിനി. അപ്പൊ സ്ഥലം എത്തി ഗൈസ്. അതാ നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്നതാണ് സ്ഥലം. അതാ ഏതോ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെയാണ് പറഞ്ഞത്. സവർ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഭാവിച്ച് റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ എന്താ പറയുന്ന റെസ്റ്റോറൻറ്റാണ് പറയുന്നുണ്ടായത്. നമ്മൾ അപ്പോൾ ഗൈസ് നമ്മളെത്തി. ഇവിടെയാണ് നമുക്ക് ലോഡ് കീക്കാനുള്ളത്. നമ്മൾ ലോഡ് കീച്ചു. ഇനി നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളെ വണ്ടി അപ്പിച്ചായി. അത് നമ്മൾ ശരിയാക്കിക്കോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സമയം ബെൽ ബട്ടൺ കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ബൈ.